ഒന്നറിയോ, നിന്റെ ജീവിതം പണത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. നിന്റെ ചെലവുകൾ കൂടിക്കൂടി വരുന്നു. തിരിച്ചടവുകളും ബില്ലുകളും കുന്നുകൂടുന്നു. ബാങ്ക് അക്കൗണ്ട് കാലിയാവുന്നു. വരുമാനം വന്നയുടൻ തന്നെ ചെലവായിത്തീരുന്നു. നീ എന്താണ് ചെയ്യുന്നത്? ഓരോ ദിവസവും ടെൻഷൻ അടിച്ച് നീ ജീവിതം നശിപ്പിക്കുകയാണോ? കേൾക്ക്, ഇവിടെ ഇപ്പോൾ നിന്റെ പണത്തിൻ്റെ കഥ മാറാൻ പോകുന്നു. നിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം. നിന്റെ പ്രശ്നം എന്താണ്? നിന്റെ വരുമാനവും ചെലവും തമ്മിൽ ഒത്തുപോകുന്നില്ല. നീ എന്തിനാണ് പൈസ ചെലവാക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ല. നിന്റെ മനസ്സ് എപ്പോഴും ചെലവിൻ്റെ ഭയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എൻ്റെ കയ്യിലെ കാശ് തീർന്നു പോകുമോ, ഞാൻ എന്തു ചെയ്യും എന്ന ടെൻഷനിലാണ് നീ ജീവിക്കുന്നത്. നോക്ക്, ഇതുപോലെ തന്നെ തുടർന്നാൽ മതിയോ? പോരാ, നിന്റെ മനസ്സ് മാറ്റണം. നിന്റെ മനോഭാവം മാറ്റണം. അത് മാറ്റിയില്ലെങ്കിൽ നിന്റെ ജീവിതം ഇതേപോലെ തന്നെ തുടരും. നിനക്ക് പൈസ ചെലവഴിക്കാൻ കഴിയും. കാരണം നിന്റെ കയ്യിൽ ഒരു സോഴ്സ് ഉണ്ട്. നിനക്ക് കാശ് കിട്ടുന്നുണ്ട്. അത് നിന്റെ ചെലവിന് ആനുപാതികം ആവണമെന്നില്ല. ഓരോ പ്രാവശ്യവും ചെലവഴിക്കേണ്ടി വരുമ്പോൾ നീ ആകെ ടെൻഷനിലാണ്. ഒഴിവാക്കാനാവാത്ത ചെലവുകൾ ചിലപ്പോൾ പിന്നെയും ബാക്കിയുണ്ടാവും. അതിനും പുറമെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചെലവുകളെക്കുറിച്ച് ഓർത്താലോ? ഒന്നറിയോ, നിന്റെ കയ്യിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളതെന്താണെന്ന് ഞാൻ പറയാം. ഓരോ പ്രാവശ്യവും ചെലവിനെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള നിന്റെ ടെൻഷൻ മാത്രമാണ് നിന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഞാൻ ഒന്ന് പറയാം, നീ ഇപ്പോൾ കുഴപ്പത്തിലാണ്. എന്താണോ വേണ്ടത് അതിൻ്റെ നേർ വിപരീതമായാണ് നീ ഇപ്പോൾ പോകുന്നത്. അങ്ങനെയാണ് നിന്റെ മനസ്സും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ശരിയാക്കാൻ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. പക്ഷേ അതിന് നിന്റെ 100% പരിപൂർണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം. അതിന് നീ തയ്യാറാണോ? എങ്കിൽ മാത്രം തുടരും. ഇല്ലെങ്കിൽ വീണ്ടും അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചോ. ശരി, നമുക്ക് തുടരാം. നമ്മളിപ്പോൾ ആദ്യം ചെലവിനെ ഓർത്തുള്ള നിന്റെ മാനസിക സമ്മർദ്ദത്തിന്, നിന്റെ ടെൻഷന് ഒരവസാനം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തേത്, ചെലവഴിക്കുമ്പോൾ തന്നെ അത് എന്തിനാണ് ചെലവഴിക്കുന്നതെന്ന് നീ അറിഞ്ഞിരിക്കണം. എന്തു രൂപത്തിലുള്ള ചെലവാണ് എന്നതല്ല, എന്തിനു വേണ്ടിയാണ്, ആ ചെലവ് കൊണ്ട് എന്തൊക്കെ മെച്ചങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫലങ്ങളാണ്, നേട്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നീ മനസ്സിലാക്കണം. നന്ദിയോടെ ചെലവഴിക്കുക, ടെൻഷനോടെയല്ല. ഒരു കാര്യം ചെയ്യും, ഏറ്റവും അവസാനം നിന്നെ ടെൻഷനിലാക്കിയ ആ ചെലവ് ഏതായിരുന്നു ഒന്ന് ഓർത്തേ. അതോർക്കുമ്പോൾ ചിലപ്പോൾ നീ ഇപ്പോഴും ടെൻഷനിൽ ആവുന്നുണ്ടാവും. സാരമില്ല, ആ ചെലവ് കൊണ്ട് ഉണ്ടാകേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഉണ്ടായത് എന്ത് ഫലമാണ്? ആ ഫലം നന്ദിയോടെ ഓർക്ക്. ആ ചെലവിനുള്ള കാശ് നിനക്ക് കണ്ടെത്താനായതും നന്ദിയോടെ ഓർക്ക്. അത് നിന്റെ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും നൽകുന്നുണ്ട്. ടെൻഷനല്ല, കാശ് നൽകുമ്പോൾ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ അതിൻ്റെ നല്ല ഫലം മാത്രം മനസ്സിൽ കാണും. അങ്ങനെ ചെലവഴിക്കുക. മറ്റൊന്ന്, നിന്റെ പണപ്പെട്ടി, നിന്റെ മണി പേഴ്സ് നിന്റെ കൈ പോലെ തന്നെയാണ്. അത് മനസ്സിലാക്കുക. കൈ നിറയെ സാധനങ്ങൾ വച്ചുകൊണ്ട് മറ്റൊന്നെടുക്കാൻ ശ്രമിച്ചാൽ എന്താകും? എല്ലാം താഴെ പോകും. അതുപോലെ നിന്റെ പേഴ്സിലെ കാശ്
നീ ആവശ്യങ്ങൾക്ക് ബുദ്ധിപൂർവം ചെലവഴിക്കാതെ മുറുക്കെ പിടിച്ചാൽ പുതിയ അവസരങ്ങൾ നിനക്ക് നഷ്ടമാകും. വിവേകത്തോടെ ചെലവഴിക്ക്. ചെലവഴിച്ചതിന് ശേഷം ഓവർ തിങ്ക് ചെയ്യാതെ അതിന് എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ സഹായിക്കാം. നീ ഞാൻ പറയുന്ന ഈ 3x3 ടെക്നിക്ക് ഒന്ന് ചെയ്തു നോക്ക്. ഇനി ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്ന ചെലവിന് നീ ഇത് പ്രയോഗിക്കുക. ചെലവാക്കുന്നതിന് മുമ്പും ചെലവാക്കുന്ന നിമിഷത്തിലും ചെലവാക്കലിന് ശേഷവും ചെലവഴിക്കുന്നതിൻ്റെ 3 ഗുണഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിന്റെ മനസ്സ് ശാന്തമാകും. പഴയതുപോലെ നീ ടെൻഷൻ അടിക്കില്ല. അതല്ല, ചെലവോർത്ത് ഇനിയും നീ ടെൻഷനിലാണെങ്കിൽ നമുക്ക് അതും ശരിയാക്കാം. ടെൻഷൻ മാറ്റാൻ 3 എക്സർസൈസ് ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ നീ ഇതുപോലെ തന്നെ എല്ലാ കാലവും ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. ഈ കാര്യങ്ങൾ നിന്റെ മനസ്സിലേക്കൊന്ന് കൊണ്ടുപോവാ. നിനക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു പേയ്മെൻറ്റിനെ കുറിച്ച് ഓർക്ക്. നീ ഇപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ബില്ല്, ലോൺ, EMI അല്ലെങ്കിൽ കടം, എന്തെങ്കിലും. പക്ഷേ നിന്റെ കയ്യിലെ കാശ് തീർന്നു പോകുമെന്നോ കടം വാങ്ങേണ്ടി വരുമെന്നോ ഭയമാണ്. ഇപ്പോൾ ഈ എക്സർസൈസ് ഒന്ന് ചെയ്യും. സൗകര്യപ്രദമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക. നട്ടല് നേരെയാക്കി 2-3 തവണ ആഴത്തിൽ ശ്വാസമെടുത്ത് വിടുക. എന്നിട്ട് ഇക്കാര്യം മനസ്സിലേക്ക് കൊണ്ടുപോകാം. ഇമാജിൻ ചെയ്യും, നിന്റെ എല്ലാ ഉറവിടങ്ങളിൽ നിന്നും നീ അതിനായി കാശ് കണ്ടെത്തുകയാണ്. ഉറവിടങ്ങൾ കണ്ടെത്തുകയാണ് കാശ് കിട്ടുന്നതിനുള്ള. ഒരു ഫ്രണ്ടിൻ്റെ സഹായം, ഒരു എക്സ്ട്രാ ജോലി, ഒരു ഓൺലൈൻ ഫ്രീലാൻസ് ഗിഗ്, അങ്ങനെ എന്തും എല്ലാ മാർഗവും ഉപയോഗിക്കുക. ഒരു വഴിയും ഉപേക്ഷിക്കരുത്. പക്ഷേ എല്ലാം നേരായ മാർഗം ആകണം. പണം ശേഖരിക്കുക. അങ്ങനെ ആവശ്യമായ പണം ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായി നീ ആ പേയ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പേയ്മെൻറ്റ് ചെയ്യുന്ന തീയതി, സമയം, സ്ഥലം എല്ലാം മനസ്സിൽ തീരുമാനിക്കുക. ഓൺലൈനായിട്ടാണെങ്കിൽ UPI ID, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിൽ കാണും. അടുത്തതായി ആ പേയ്മെൻറ്റിൻ്റെ 3 പോസിറ്റീവ് ഫലങ്ങൾ ചിന്തിക്കുക. 1, അത് ചെയ്യുന്നതോടെ അത് ഇതേവരെ ചെയ്യാതിരുന്നതിൽ ഉള്ള. 2, നിന്റെ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടു. 3, നിന്റെയോ വേണ്ടപ്പെട്ടവരുടെയോ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകാവുന്ന നേട്ടം, അല്ലെങ്കിൽ നിന്റെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെട്ടത്. അങ്ങനെ എന്തും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നീ ഇപ്പോൾ ആ പേയ്മെൻറ്റ് പൂർത്തിയാക്കുകയാണ്. ഇപ്പോൾ നീ ആ പേയ്മെൻറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞു. നിന്റെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. ആ പേയ്മെൻറ്റിനെ കുറിച്ച് ഓർത്ത് നിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ടെൻഷൻ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എക്സസൈസ് 2, നിന്റെ വരുമാന ഉറവിടങ്ങൾ, നിന്റെ സോഴ്സസ് വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഒരു പേയ്മെൻ്റ് അടയ്ക്കാൻ, ഒരു ബില്ലടയ്ക്കാൻ കാശില്ലെങ്കിൽ പുതിയ വഴികൾ ചിന്തിക്കുക. ഒരിടത്ത് സമാധാനമായിട്ടിരുന്ന് ഒരു കടലാസിൽ ഒരു 5 മിനിറ്റ് ഇരുന്ന് ഒന്ന് എഴുതുക. എനിക്ക് ഇന്ന ആവശ്യത്തിലേക്ക് വേണ്ടി ഇത്ര തുക വേണം, അതിന് എന്തെല്ലാം വഴികൾ എനിക്കെടുക്കാം. ഉദാഹരണം, ഫ്രീലാൻസ് പ്രോജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കാം, അതുമല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ വിൽക്കാം. അങ്ങനെ എന്തും ഈ ലിസ്റ്റിൽ നിന്ന് ഒരു ആശയം തിരഞ്ഞെടുക്കുക. അത് എങ്ങനെ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യും. ഇന്ന് തന്നെ ഒരു ചെറിയ ആക്ഷൻ എങ്കിലും എടുക്കുക. ഒരു സ്റ്റെപ്പ് മതി. ഇനി അടുത്ത എക്സർസൈസ് ചെലവുകളെ നന്ദിയോടെ കാണുന്നതിനുള്ളതാണ്. ഈ എക്സർസൈസ് ഒരു പേപ്പറിൽ എഴുതാം. കഴിഞ്ഞ മാസം ഞാൻ കാശ് ചെലവഴിച്ചത് എന്തിനാണ്? അത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നു? ഉദാഹരണം, 5000 രൂപ കുട്ടികളുടെ സ്കൂൾ ഫീസിന് ചെലവഴിച്ചു. അതവരുടെ ഭാവി സുരക്ഷിതമാക്കി. ഈ ചിന്ത നിന്റെ ടെൻഷൻ ഇല്ലാതാക്കും. ഇനി 3ാമത്തെ ടെക്നിക്ക്, നിന്റെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം. നിന്റെ കാശ് മാനേജ് ചെയ്യാൻ ഒരു പ്ലാൻ വേണം.
ഇന്ന് തന്നെ തുടങ്ങും, അല്ലെങ്കിൽ നിന്റെ ജീവിതം കുഴപ്പത്തിലാണ്. അതിന് നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിന്റെ വരുമാനവും ചെലവും ട്രാക്ക് ചെയ്യണം. എല്ലാ മാസവും നിന്റെ വരുമാനം എത്ര, ചെലവ് എത്ര ഒരു നോട്ട് ബുക്കിൽ എഴുത്. അല്ലെങ്കിൽ അതിനുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യ്. ഇത് ചെയ്യാതെ ഒരിടത്തും നീ എത്തില്ല. ചെലവുകൾ ഡിവൈഡ് ചെയ്യ്, വിഭജിക്ക്. 50% ആവശ്യ ചെലവുകൾക്ക് വേണ്ടി, ഏറ്റവും അത്യാവശ്യ ചെലവുകൾ, വാടക, ബില്ലുകൾ, ഭക്ഷണം, അങ്ങനെ. 30% നിന്റെ ആഗ്രഹങ്ങൾക്ക്, വിനോദം, ഷോപ്പിംഗ് മുതലായവയ്ക്ക്. 20% അതിൽ തുടരുത്, അത് സേവിങ്സ് ആണ്. ഇത് പാലിക്ക്. ഇനി അനാവശ്യ ചിലവുകൾ വെട്ടിക്കളയും. ഓരോ ദിവസവും കുറേ രൂപ പുറത്തുനിന്ന് ഭക്ഷണത്തിനോ ഷോപ്പിങ്ങിനോ നീ ചെലവഴിക്കുന്നുണ്ടോ? അത് നിർത്ത്. ആ തുക സേവ് ചെയ്യും. ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്ക്. 6 മാസത്തെ ചെലവിനുള്ള കാശ് ഒരു അക്കൗണ്ടിൽ ബാക്കി വയ്ക്കുക. ഇതില്ലെങ്കിൽ നിന്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം. നിന്റെ കടങ്ങൾ കുറയ്ക്ക്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഇങ്ങനെ കെട്ടിപ്പോകുന്നുണ്ടോ? കടക്കാരുടെ വിളി കാരണം നീ ഇപ്പോൾ ഫോണിനെ പേടിക്കുന്നുണ്ടോ? ഉടനെ അത് അടച്ചു തീർക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക. നിനക്ക് അതിനുള്ള പ്ലാൻ ഇല്ലെങ്കിൽ പറയ്, അത് ഉണ്ടാക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇനി നിന്റെ ഉറവിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ സോഴ്സുകൾ, കാശ് കിട്ടാനുള്ള മാർഗങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു എക്സ്ട്രാ ജോലി, ഒരു പുതിയ ബിസിനസ്, അല്ലെങ്കിൽ നിന്റെ സ്കിൽ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുക. ഉദാഹരണം, നിന്റെ എഴുതാനുള്ള കഴിവ് ഉപയോഗിച്ച് ഓൺലൈൻ കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുക. തയ്യലിലും എംബ്രോയിഡറി വർക്കിലുള്ള ശേഷി പ്രയോഗിക്കുക. പാചകശേഷി ഉപയോഗിക്കുക. യൂട്യൂബിൽ വീഡിയോ ഇടുക. കാറ്ററിംഗ് സർവീസിൽ സഹായിക്കുക. അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുക. നേരായ എന്തു മാർഗവും, എല്ലാ മാർഗങ്ങളും ട്രൈ ചെയ്യും. ഇത് ചെയ്യാതെ ഇരുന്നാൽ നിന്റെ ജീവിതം ഒരിക്കലും മാറില്ല. പണം നിന്നിലേക്ക് കൊണ്ടുവരാൻ ശക്തിയുള്ള മറ്റൊന്നു കൂടിയുണ്ട്. അതും നീ ചെയ്യണം. കേൾക്കുമ്പോൾ ഒരുപക്ഷെ തമാശയായി തോന്നാം, പക്ഷേ ഇത് വളരെ ശക്തമായ, ഉറപ്പായും ഫലം നൽകുന്ന ഒന്നാണ്. അതാണ് പണം സംബന്ധിച്ച അഫർമേഷനുകൾ. നിന്റെ മനസ്സിനെ ശക്തമാക്കാൻ ഈ അഫർമേഷനുകൾ ദിവസവും 2 നേരം പറയും. ഇത് പറയുന്ന സമയം വളരെ പ്രധാനമാണ്. 2 നേരം. അത് നീ ഉറക്കമുണരുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പും ബെഡിലിരുന്നു കൊണ്ട് 3 പ്രാവശ്യം ദീർഘമായി ശ്വാസമെടുത്ത് വിടും, ആഴത്തിൽ. അതിനുശേഷം കഴിഞ്ഞ 24 മണിക്കൂറിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച 3 കാര്യങ്ങൾ നന്ദിപൂർവ്വം ഓർക്ക്. നന്ദി പറയും അതിന് കാരണം ആയവരോട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് തികഞ്ഞ ആത്മാർത്ഥതയോടെ. ഇനി 100% വിശ്വാസത്തോടെ, ഒട്ടും അവിശ്വാസമില്ലാതെ ഇനി പറയുന്ന അഫർമേഷൻസ് മനസ്സിൽ പറയും. എൻ്റെ വരുമാനം ഓരോ ദിവസവും വർദ്ധിക്കുന്നു. എൻ്റെ കാശ് ഞാൻ വിവേകത്തോടെ ചെലവഴിക്കുന്നു. എനിക്ക് പുതിയ വരുമാന ഉറവിടങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു. ഓരോ പ്രാവശ്യവും ഞാൻ നന്ദിയോടെ ചെലവഴിക്കുന്നു. എൻ്റെ ജീവിതം സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു. ഈ അഫർമേഷനുകൾ ദിവസം 21 ദിവസം തുടർച്ചയായി പറയും. ഒരു ദിവസം പോലും മുടങ്ങാതെ 21 ദിവസം തുടർച്ചയായി ചെയ്യും. നിന്റെ മനസ്സ് മാത്രമല്ല, നിന്റെ ജീവിതവും മൊത്തത്തിൽ മാറും. നിന്റെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെടും. ഓർക്ക്, 100% ആത്മാർത്ഥതയോടെ ചെയ്യ്.
100% ഫലം ഉണ്ടാക്കാൻ റെഡിയാവുക. നിന്റെ ജീവിതം മെച്ചപ്പെടുത്ത്. നിന്റെ പൈസ നിന്റെ കയ്യിൽ തന്നെയാണ്. നിന്റെ മനോഭാവം മാറ്റ്. വിവേകത്തോടെ ചെലവഴിക്ക്. നന്ദിയോടെ ജീവിക്കുക. ഇന്ന് തന്നെ ആദ്യ സ്റ്റെപ്പ് എടുക്കുക. നിന്റെ ജീവിതം മാറ്റാൻ വേറെ ആരും വരില്ല, നീ തന്നെ ചെയ്യണം. ജീവിതത്തെ മാറ്റാൻ നീ റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് കമൻ്റ് ഇട്. നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഈ നിമിഷം തന്നെ തുടങ്ങുക. ഇനിയും ഞാൻ വഴികാട്ടാം.